അല്ലാഹു അഅലം. ചില സംഗതികൾ വരും, അതിൽ സ്വാലിഹീങ്ങൾ മരിച്ചു പോകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് എന്തോ അല്ലാഹു അഅലം. ചില കാര്യങ്ങളിൽ വലിയ പഠനങ്ങൾ വീണ്ടും നടക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രതികരണശേഷി അഹ്ലുസുന്ന വിഭാഗത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പഴയ കാലത്ത് നേതാക്കൾ, എല്ലാരും കൂട്ടിപ്പിടിക്കേണ്ട നേതാക്കൾ പോലും യാതൊരു മടിയില്ലാതെ കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുത്താക്കയെ പറ്റി പറയാറുള്ള എല്ലാവരും അറിയുന്ന ഒരു ചരിത്രം, ഒരു പള്ളിയിൽ സുന്നികൾക്ക് വഖഫ് ചെയ്ത ഒരു പള്ളിയിൽ സുന്നി മുജാഹിദ് തർക്കമുണ്ട്. തിരുരങ്ങാടിക്കടുത്ത്. ചരിത്ര രേഖയുള്ള കാര്യമാണ്, പുസ്തകത്തിൽ രേഖയിൽ കിട്ടും. ഞാൻ വെറുതെ പറയാനില്ല, എല്ലാവരും അറിയുന്ന കാര്യമാണ്. ചരിത്ര രേഖയിൽ, പുസ്തകങ്ങളിൽ രേഖയിലുണ്ട്. മുത്താക്കയുടെ കാലത്തുണ്ടായ സംഭവം. ഈ സംഭവത്തിൽ വിഷയം പഠിക്കാൻ മുത്താക്കാനെ ഏൽപ്പിച്ചു. ഇങ്ങനെ മുത്താക്ക പഠിച്ചപ്പോൾ മനസ്സിലായി എന്ത്, പള്ളി അടിസ്ഥാനപരമായി സുന്നിയാളെ പള്ളിയാണ്. അപ്പോൾ മധ്യസ്ഥനായ മുത്താക്ക പറഞ്ഞു, അത് സുന്നിയാളെ പള്ളിയാണ്, അത് സുന്നിയാൾക്ക് വിട്ടുകൊടുത്താളെ എന്ന് മുജാഹിദ് വിഭാഗത്തോട് മുത്താക്ക നല്ല ആൾക്ക് പറഞ്ഞു. അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, നിങ്ങളെ ഇക്കാക്ക പ്രസിഡന്റായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ശാഖാ കമ്മിറ്റി പിരിച്ചു. നിങ്ങൾ ഇതിന് രണ്ടു കൂട്ടരും ഇടയിലൊരു തീരുമാനം എടുക്കുന്നു വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ മുത്താക്കാന്റെ മറുപടി, അതിന് പ്രശ്നം എനിക്കില്ല, ഇക്കാക്കാന്റെ പാർട്ടിയിലല്ലേ പിരിച്ചുവിടുക. നിങ്ങൾ ഏതായാലും പിരിച്ചുവിടുമ്പോ കൊടിയും ബോർഡും ബാക്കിയാവുമല്ലോ, അത് ഇവിടെ എത്തിച്ചാൽ ഇക്കാക്കാന്റെ കൊടുത്ത് ഞാൻ എത്തിച്ചു കൊടുത്തു. ആ ഇക്കാക്കമാരാണ് നമ്മളെ സമുദായത്തെ കാത്ത്, അവരിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. ആ നിലപാടാണ് നമ്മൾ നിലപാട്. അരക്കൊഴുമ്പൻ സമീപനം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ദീൻ നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു.